ഹായ്, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ വിയറ്റ്നാം യാത്രയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത്. ഇന്നലെ രാത്രി ഞങ്ങൾ താമസിച്ചിരുന്നത് വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റലായ ഹനോയിലുള്ള തലാങ് ലോങ് ഒപ്പേറ ഹോട്ടലിലായിരുന്നു. അവിടെ നിന്ന് രാവിലെ എല്ലാവരും ചെക്കൗട്ട് ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് ചെക്കൗട്ട് ആവുകയാണ്. കാരണം ഇന്ന് ഞങ്ങൾക്ക് വേറൊരു പ്രോഗ്രാം ഉള്ളത് ഹലോങ് എന്ന സ്ഥലത്തേക്ക് പോകണം. ഹലോങ് സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഏകദേശം 2.5 മണിക്കൂറിനകത്ത് യാത്രയുണ്ട്. അത് കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ചെക്കൗട്ടായി. ഈ യാത്രയിൽ ഉടനീളം എനിക്ക് തോന്നിയത് നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയായിട്ട് വളരെ സാമാന്യമുള്ള, വളരെ സാദൃശ്യമുള്ള പ്രദേശങ്ങളായിട്ടാണ് എനിക്ക് കൂടുതൽ അനുഭവപ്പെട്ടത്. ഇതൊരു സിഗ്നൽ ജാമായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഹലോങ്ങിലേക്കുള്ള യാത്ര നടത്തിയായി. ഈ 2.5 മണിക്കൂർ എങ്ങനെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ സ്ഥലത്ത് ഹനോയിൽ നിന്നും ഹലോങ്ങിലേക്ക് ഏകദേശം 2.5 മണിക്കൂർ ഡ്രൈവ് ഉള്ളത്. നേരത്തെ പല യാത്രയിലും ഒന്നിച്ച് യാത്ര ചെയ്തവരുണ്ടായിരുന്നു, ഒട്ടും പരിചയമില്ലാത്തവരുണ്ടായിരുന്നു, ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവരുണ്ടായിരുന്നു. നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പേര് ഇബ്രാഹിം. ഞാൻ പെരിന്തൽമണ്ണ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. 95% ആൾക്കാരും മതത്തെ വിശ്വസിക്കുന്നില്ല. ഒരു മതത്തിലും ഈ 95% ആൾക്കാരും വിശ്വസിക്കുന്നില്ല. യാത്രാമധ്യേ ഞങ്ങൾക്ക് ഒരു 1/2 മണിക്കൂർ നേരത്തെ ബ്രേക്ക് കിട്ടി. ഗൈഡ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഒരു കരകൗശലശാലയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഈ 1/2 മണിക്കൂർ നമുക്ക് അതിനുള്ളിൽ കഴിയാം. അത്യാവശ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ വാങ്ങിച്ചാൽ മതി, നിർബന്ധമില്ല. അങ്ങനെ ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാവരും അകത്തേക്ക് കയറി. സ്റ്റാർ ജെംസ് എന്നായിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ പേര്. ഞാൻ അകത്തേക്ക് കയറിയില്ല. ഞാൻ വെളിയിൽ നിന്നുകൊണ്ട് അതിൻ്റെ ചുറ്റുപാടും ഒന്ന് ക്യാമറ പകർത്താൻ ശ്രമിച്ചു. ഇപ്പോൾ കരകൗശലശാലയാണെന്ന് ഇവർ പറഞ്ഞപ്പോഴും അതനുസരിച്ചുള്ള എല്ലാ രീതികളും വെളിയിൽ നിന്ന് ബോധ്യമാകുന്നുണ്ട്. നാടകമൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇത് അധികം ഇല്ലാതായി. ജെംസ്, സ്റ്റാർ ജെംസ്. അകത്ത് കയറി കഴിഞ്ഞപ്പോഴും എനിക്ക് കറക്റ്റായിട്ടും ബോധ്യപ്പെട്ടു ഇത് കരകൗശലശാല തന്നെയാണ്. ആൾക്കാർ ഒരുപാട് തൊഴിലാളികളുണ്ട്, ഒരുപാട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാവരും അവരുടേതായിട്ടുള്ള ജോലിയിൽ വ്യാപൃതരാണ്. അവർക്ക് കൊടുക്കേണ്ടത് എന്തോ 1/2 മണിക്കൂറിനകത്ത് യാത്ര തുടർന്നു. യാത്രാമധ്യേ ഹരീന്ദ്രൻ എന്ന പേരുള്ള പ്രൊഫസർ ഹരീന്ദ്രൻ, കണ്ണൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളും അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് സ്വല്പം ശ്രദ്ധിക്കാം. ദൃഢമായ ബന്ധം എന്ന് പറയും. ഇതാണ് എനിക്ക് തന്ന മെസ്സേജ്. ഭക്ഷണം അരി വല്ലപ്പോഴും കിട്ടുന്നത്. ഈ യാത്രയിലെ ഞങ്ങളുടെ ഗൈഡ് തോമസ്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഞങ്ങൾക്ക് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടായതിനാൽ അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്ത ഒരു ഈസി പേരാണ് തോമസ്. Welcome everybody to Vietnam. Thomas, tour guide. ഒരു 22 മുറിവ് വന്നാൽ അത് കരിയത്തില്ല. അപ്പം കരിയാതിരുന്ന് കഴിഞ്ഞാൽ അത് ചെറിയ ഊണ്ട് വലുതായി 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 വന്നതൊരു വലിയൊരു ഊണ്ടാവും. പിന്നെ അതിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ വളരെയധികം പാടാണ്. നമ്മൾ എത്രയധികം ഡയബറ്റിസ് കൺട്രോൾ ചെയ്താലും നമ്മൾ ആംബ്യൂട്ടേഷനിലേക്ക് പോകാറുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ കാണുന്നത് വെച്ചാൽ ആംബ്യൂട്ടേഷൻ ഒരുപാട് പേരുടെ കാല് നമ്മൾ മുറിച്ച് കളയേണ്ടി വരും. ചുളിവിൽ കൺസൾട്ടൻറ്റ് ഫീസ് കൊടുക്കാതെ തന്നെ പലരും പല വിവരങ്ങളും വിശദമായിട്ട് അറിയാൻ സാധിച്ചു. അതൊരു നിധി തന്നെയായിരുന്നു. ഇങ്ങനെ അറിവിൻ്റെ ഡോക്ടർ ഞങ്ങളുടെ കൂടെയുള്ളത് എല്ലാവർക്കും ഒരു ധൈര്യമാണ്. ഇതുപോലെ വേറെയും ഡോക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹലോങ് ഇൻ്റർനാഷണൽ ക്രൂയിസ് പോർട്ടാണിത്. ഇവിടെയാണ്, ഈ പോർട്ടിൽ നിന്ന് വേണം നമുക്ക് ആ ക്രൂയിസിലേക്ക് ബോർഡാകാൻ വേണ്ടി. ഞങ്ങളെല്ലാവരും വണ്ടിയിൽ നിന്ന് സാധനങ്ങളെല്ലാം ഇറക്കി. കാരണം ഇന്ന് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഉച്ച കഴിഞ്ഞ് മാത്രമേ ആ ക്രൂയിസിൽ നിന്നും നമ്മൾ തിരിച്ചിറങ്ങിയുള്ളൂ. അത് കാരണം എല്ലാവരും അവരവർക്ക് ബാഗേജ് എടുത്തിട്ടുണ്ടായിരുന്നു. ക്രൂയിസിലൂടെ മറുവശത്തേക്ക് ഞങ്ങൾ പോകുന്നു. ക്രൂയിസിലേക്ക് ബോർഡ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്രയാകാണ്. യാത്രയായി ടെർമിനലിന് വെളിയിൽ വന്നു. ടെർമിനലിൻ്റെ വെളിയിൽ വന്നപ്പോഴാണ് ബോധ്യപ്പെടുന്നത് ഇത് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ക്രൂസിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം അത് അല്പം ദൂരെ നങ്കൂരമിട്ട് കിടക്കുകയാണ്, ആങ്കറിട്ട് കിടക്കുകയാണ്. അവിടേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. മറ്റ് ഒരു ചെറിയ ഫെറി സർവീസ് എന്ന് വേണേൽ പറയാം. 10-50 ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം മാത്രമുള്ള ചെറിയ ഒരു ഫെറി സർവീസ് നമുക്ക് തൽക്കാലം വിളിക്കാം. അതിൽ നമ്മളെ കയറ്റി നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ക്രൂയിസിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതാണ് ഇവിടുത്തെ മെത്തേഡ്. ടെർമിനലിൽ നിന്നും മറ്റ് ബെർത്തിലേക്ക്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ആ
ഫെറി ബോട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി. ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചില്ല ചെറുതായിട്ട്, ഞങ്ങളുടെ കൂടെ ഡോക്ടർമാർ 3 ഡോക്ടർമാരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. ഓർത്തോയുടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഉണ്ടായിരുന്നു, ജനറൽ മെഡിസിൻ, ഒപ്താമലിക്ക്, അല്ലെങ്കിൽ ഡയബറ്റീസ്, അങ്ങനെയുള്ള എല്ലാം, അങ്ങനെ ഒരു 3 ഡോക്ടർമാരുണ്ടായിരുന്നു. അവരുടെ സേവനങ്ങൾ നിഷ്പക്ഷമായിട്ട് ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും കിട്ടിക്കൊണ്ടിരുന്നു. ആവശ്യാനുസരണം ആവശ്യമുള്ളവർക്കെല്ലാം ഉപദേശങ്ങൾ കൊടുക്കുകയും അവർ ചിലപ്പോൾ മെഡിസിനൊക്കെ കരുതിയിട്ടുണ്ട് ഇവരെല്ലാവരും. എന്തെങ്കിലും പെട്ടെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവരവർ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. യാത്രാമധ്യേ എന്തെങ്കിലും ഉണ്ടായാൽ അത് അങ്ങനെയുള്ളവർക്ക് ആ എഫക്റ്റ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നുമുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു വലിയ സഹായമായിട്ട് മാത്രമേ നമുക്ക് കരുതാം. ഞാൻ മുൻപ് റഷ്യൻ യാത്ര ചെയ്തപ്പോഴത്തെ ആ കൂട്ടത്തിൽ 9 ഡോക്ടർമാരുണ്ടായിരുന്നു. ഞങ്ങൾ ഫെറിയിലേക്ക് യാത്രയാവുന്നു, കയറാനുള്ള പാത്ത് വരെ പോകുന്നു. ആ ഫെറി ലക്ഷ്യമാക്കി ഞങ്ങൾ പോവുകയാണ്. ലെഫ്റ്റ് സൈഡിലൊക്കെ ഒരുപാട് ഫെറികൾ കിടപ്പുണ്ട്. ഇതെല്ലാം ഓരോരോ ക്രൂസിലേക്കുള്ള ആൾക്കാരെ കൊണ്ടുപോകാൻ, പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ്. ഞങ്ങൾക്കുള്ള ഫെറിയാണ് അത്. ഞങ്ങൾ നേരത്തെ പോരെല്ലാം കയറുന്നുണ്ട്. ഞാൻ കയറാൻ ചെന്നപ്പോഴത്തേക്ക് ആ ഫെറി സ്വല്പം അകന്ന് നിൽക്കുന്നു. നമ്മുടെ വന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ഫെറി അത് സ്വല്പം അകന്ന് നിൽക്കുന്നു. അത് വീണ്ടും അടുപ്പിച്ച് തരും അവർ. ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അതിന് ലൈഫ് ബോയ് ഉണ്ടായിരുന്നത്. ലൈഫ് ബോയ് വന്നിട്ട് കൂടുതൽ സഹായങ്ങൾ ചെയ്തു തരും. ചാടിക്കറി, ഞാനും ചാടിക്കറി. അത് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ 10-50 പേർക്ക് മാക്സിമം ഇരിക്കാം, അത്രയേ ഉള്ളൂ. കയറി കഴിഞ്ഞ ഉടനെ ലൈഫ് ജാക്കറ്റ് ഇടണം. എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ മൂവായി. ചുറ്റുമൊന്ന് ക്യാമറ കണ്ണുകൾ ഓടിച്ചു നോക്കി. കണ്ടോ എത്ര ഫെറി അത് നീണ്ടു കിടക്കുന്നത്. ഊഹിക്കാവുന്നേ ഉള്ളൂ. എത്രയോ ബോട്ട്, എത്രയോ ക്രൂസുകൾ, വലിയ ക്രൂസുകൾ സ്വല്പം അകലെ മാറി, കടലിലോട്ട് മാറി നങ്കൂരമായിട്ട് കിടപ്പുണ്ട്. അവിടേക്കാണ് ഞങ്ങൾ യാത്ര. സന്തോഷത്തിലാണ് എല്ലാവരും. ഞങ്ങളുടെ ലഞ്ച് ഇന്ന് ഈ ക്രൂസിലാണ്. 1 മണിയോളം ആകുന്നു, ഉച്ചയ്ക്ക് 1 മണിയോളം ആകുന്നു ഇപ്പോൾ. വൈകുന്നേരം ഒരു ദ്വീപിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രോഗ്രാമിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ക്രൂസിലാണെങ്കിൽ തന്നെയും ക്രൂസിൽ ഞങ്ങൾ വളരെ രാത്രി കിടക്കാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ള സമയമെല്ലാം മറ്റുള്ള ബോട്ടുകളുണ്ട്. നമ്മളിപ്പോൾ വന്നില്ലേ, അതുപോലുള്ള ബോട്ടിൽ പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോകുന്നു, ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം സാവകാശം. ഇതാണ് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്രൂയിസ്, സ്റ്റാർ ലൈറ്റ്. അതിനകത്തുള്ള ക്രൂ ആണ് കൈവീശി കാണിച്ച് നമ്മളെ സ്വീകരിക്കുന്നത്. സ്റ്റാർ ലൈറ്റ് എന്ന ക്രൂസിലെ ക്രൂ ആണ് നമ്മളെ വരവേൽക്കുന്നതെന്ന് പറയാം. ഇനി 2 ദിവസം, നാളെ ഉച്ച വരെ ഈ ക്രൂസിലായിരിക്കും ഞങ്ങളുടെ താമസം. അങ്ങനെ ഓൺ ബോർഡായി ഞങ്ങളുടെ റൂമിൽ എല്ലാം പോയി ബാഗേജെല്ലാം വെച്ചതിന് ശേഷം ലഞ്ചിനുള്ള ഒരുക്കമാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പോൾ ലഞ്ചിൻ്റെക്ക് വേണ്ടി എല്ലാവരും ക്ഷണിച്ചു. ഞങ്ങളെല്ലാവരും അവിടെ എത്തിച്ചേർന്നു. ലഞ്ച് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരുന്ന ഹാളിലെത്തി. ഇതിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞാൻ വിശദീകരിച്ചാൽ എപ്പിസോഡിൽ ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ അതൊക്കെ തുടർന്ന് വരുന്ന എപ്പിസോഡിൽ അതെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരികയും കാണിച്ചു തരികയും ചെയ്യാം. ചുറ്റും ആങ്കറിട്ട് കിടക്കുന്ന ക്രൂസുകൾ ധാരാളം കാണാം. വിയറ്റ്നാം ഫുഡായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരുന്നത്. ഈ ക്രൂസിൽ അറേഞ്ച് ചെയ്തിരുന്നത് വിയറ്റ്നാം ഫുഡായിരുന്നു.
എല്ലാവരും ഓൺ ബോർഡായി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മൾ വിസിറ്റേഴ്സ്, അതായത് നമ്മൾ ബുക്ക് ചെയ്തിരുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഓൺ ബോർഡായി എന്ന് അവർക്ക് വിശ്വാസം വന്നതിന് ശേഷം ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ ക്രൂയിസ് പല ഭാഗങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഞാൻ ഒരു കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ അവസാനം ഞാൻ മറന്നുപോയാലോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ വലിയൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുക. എന്താ കാര്യം എന്നറിയില്ല. അനന്ത പത്മനാഭൻ സാർ തിരുവനന്തപുരത്ത് നിന്നും നമ്മുടെ റോയി ന്യൂസിലൻഡിൽ നിന്നും. ഞാൻ നേരത്തെ പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക.